ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റിക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് നടിയിലാട്ടോ. പലതരം നടിയിൽ ഞാൻ കാണിക്കാറുണ്ട്. പൂച്ചെടികളുണ്ട്, ഇലച്ചെടികളുണ്ട്, പിന്നെ പച്ചക്കറിയുണ്ട്, കിഴങ്ങ് വർഗ്ഗമൊക്കെ ഉണ്ടല്ലോ. ഇന്ന് ഞാൻ കാണിക്കുന്നത് പൂച്ചെടിയാട്ടോ. പൂച്ചെടിയിൽ തന്നെ നമുക്ക് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മുറ്റം നിറയെ പൂത്തുലഞ്ഞ് നിൽക്കുന്ന ബാൾസാണ്. ബാൾസതാ കാണാത്തവർക്ക് വേണ്ടി എൻ്റെ ഒരു ബാൾസം ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഞാൻ ഇത് നാടൻ ബാൾസം പല കളറിൽ ഒരു പോട്ട് തന്നെ തിങ്ങി നട്ടാൽ അത്രക്ക് ഭംഗി വേറെ ഒന്നിനും കിട്ടൂല. അപ്പോൾ ഇത് ചുവപ്പുണ്ട്, റോസ് ഉണ്ട്, വെള്ളയുണ്ട്, ഓറഞ്ച് ഉണ്ട്, പല കളറിലുണ്ട്. അപ്പോൾ നിറച്ചു ആയാൽ അത് ഫുള്ള് ഇങ്ങനെ വിരിയും ചെയ്യും. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അങ്ങനെ നടാന്ന്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2 പോട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് എനിക്ക് 17 രൂപയ്ക്ക് ഇപ്പം വില കൂടിയും തോന്നുന്നുണ്ട് കേട്ടോ. അന്ന് 17 ഞാൻ മീനങ്ങാടി സെഞ്ചുറിന്ന് വാങ്ങിയ നിങ്ങൾ പോട്ട് പറഞ്ഞൊക്കെ തെറ്റി പോകുക. പോട്ട് എവിടുന്നാണ് വാങ്ങിയും ചോദിക്കാറുണ്ട്. ഞാൻ പോട്ട് വാങ്ങിയത് മീനങ്ങാടി സെഞ്ചുറിന്ന് കേട്ടോ. അതിനായിട്ട് വീഡിയോ കടയും എല്ലാം കാണിച്ച് വീഡിയോ വിട്ടിരുന്നു. പക്ഷെ ഇടയ്ക്ക് ചോദിക്കല്ലോ, അപ്പോൾ ഞാൻ മറുപടി പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അങ്ങനെ 2 പോട്ട് ഇവിടെ തിരഞ്ഞെടുത്ത് ഹോൾസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാ തൈകൾ പല കളറുള്ള ചെടിൻ്റെ തൈകളാണിത്. തൈ ആയി വന്നതിന് ശേഷം പൂവിടാൻ തുടങ്ങി. ഇത് വെള്ളയാണ്, ഇതൊരു സൈസ് കളറാണ്, ഇത് തയ്യൂർ കളറ്. ഈ തൈ എങ്ങനെയാണ് ഞാൻ പിടിപ്പിച്ചതെന്നുള്ളത് ഞാനിത് നട്ട് കഴിഞ്ഞിട്ട് കാണിച്ചിരുന്നുണ്ട് കേട്ടോ. ഈസി ആയിട്ട് വിടും. വെള്ളത്തിൽ കുത്തിയാലൊന്നും അതിനേക്കാളും സക്സസ് ആണ് ഈ രീതിയിലാക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ചെടി നടട്ടെ കേട്ടോ. അങ്ങനെ 2 പോട്ട് എടുത്തു. ഇനി ഞാൻ ചകിരി എടുക്കട്ടെ. ഇത് ചകിരിയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ ചകിരി ബെഡ് ബോൾസാണ് എന്നുള്ളത്. അത് ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയോ? എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ചിലപ്പോൾ ഇത് കഴിഞ്ഞാൽ അവരടുത്ത് വീട്ടിലുണ്ടാവും ബെഡൊക്കെ നാശമായത്. അപ്പോൾ ഇതൊരു ഐഡിയ മനസ്സിലാവുമല്ലോ. അങ്ങനെ മനസ്സിലായ കുറേ പേരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. എൻ്റെ ബെഡ് ബോൾസ് ഇനിയും തീർന്നില്ല. അങ്ങനെ 2 എണ്ണത്തിലും ഞാൻ ഇട്ടത് വേറൊന്നിനും എടുക്കാമല്ലോ. നമുക്ക് കൃഷി എടുക്കുമ്പോൾ ഈ ശീമക്കൊന്നൻ്റെ ചപ്പ് എപ്പോൾ നമ്മൾ സംഘടിപ്പിച്ച് വെക്കണം കേട്ടോ. നല്ല അടിപൊളി ധാരാളം നൈട്രജൻ ഉള്ളത് കൊണ്ട് ചെടികൾ നല്ല പച്ച വളരാനും കരുത്തിൽ വളരാനും ശാഖകൾ ഉണ്ടാവാനും മൊട്ടുണ്ടാവാനും പൂക്കളുണ്ടാവാനും ഇത് ഫസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇത് എവിടെ ഉള്ള വെച്ചാൽ പൊട്ടിച്ച് കൊണ്ടുവരുന്നത് ജൂൺ മാസമാണ്. മഴ ഇങ്ങനെ തുടങ്ങിയ സമയമാണ്. അന്നേരം എന്താണെന്നറിയോ, ഒന്ന് പൊട്ടിച്ചാൽ ചുറ്റും ശാഖ ഉണ്ടാവും. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് മണ്ണ് ഇട്ടാട്ടെ. ഒരേപോലെ ഞാൻ നടുന്നു 2. എൻ്റെ ശീമക്കൊന്ന എവിടുന്നാണ് കിട്ടിയെന്നുള്ളത് എൻ്റെ പഴയ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. ഞാൻ എൻ്റെ അപ്പുറത്തെ തോട്ടത്തിൽ കാറും കൊണ്ട് പോയിട്ട് ഇതിൽ നിന്ന് ശാഖ വെട്ടി എടുത്ത് ഇല കൂത്തി നിറച്ച് ചാക്കിലാക്കി കൊണ്ടുവന്നാ എനിക്ക് നടാൻ വേണ്ടി. ഇതിന് വേണ്ടിയിട്ട് തന്നെ ഉദ്ദേശം തന്നെയാണ്. നന്നായിട്ട് ചെടി വളരണമെങ്കിൽ കരിയിലും ഫസ്റ്റാണ്, ഈ പച്ചയിലും ഫസ്റ്റാണ്. അതുകൊണ്ട് കുറച്ചൊക്കെ റിസ്ക് വേണം, എന്നാലേ എൻ്റെ നമ്മളെ പൂന്തോട്ടവും നമ്മളെ പച്ചക്കറി തോട്ടമൊക്കെ ഉഷാറാവുള്ളൂ. അല്ലെങ്കിൽ ഉഷാറാവൂല. റിസ്ക് എന്തായാലും ഒരു വിജയത്തിൻ്റെ പിന്നിൽ ഒരു കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും. പിന്നെ എനിക്കത് കഷ്ടപ്പാടായി തോന്നൂല കേട്ടോ. ഞാനിതിൽ പിന്നെ ചെടിഭ്രാന്ത് തലക്ക് പിടിച്ചതുകൊണ്ടേ എനിക്കിത് ഈസിയാണ്. ഞാൻ ഈ തോട്ടത്തിൽ നിറയെ പുല്ല് കണ്ടാൽ പശുവിനെ വളർത്തുന്നവരെന്താവും, എന്താ പുല്ല് എന്നറിയില്ലേ. അതുപോലെ തോട്ടത്തിൽ ശീമക്കൊന്ന നിറച്ചും ഇങ്ങനെ ഇരച്ച് നിൽക്കുന്നത് കണ്ടാൽ ഹായ് എന്നറിയും ഞാനും. അങ്ങനെയൊക്കെയാണ് എൻ്റെ സ്വഭാവം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഗുണം എന്താ അറിയോ, നമ്മൾ പെടക്ക് മണ്ണിട്ടല്ലോ, ആ മണ്ണ് ഇതിനെ കമ്പോസ്റ്റ് ആക്കിക്കോളൂ. പിന്നെ ഈ മൊത്തം മണ്ണായി മാറും. ആ മൊത്തം മണ്ണ് പാറ പോലെ ഉറക്കൂല, സോഫ്റ്റായിരിക്കും. ഈ സോഫ്റ്റ് മണ്ണിലാണ് ചെടികളുടെ വേരുകൾ നെട്ടോട്ടോടിയിട്ട് ജലവും ലവണങ്ങളും ഒക്കെ ചെടികൾക്ക് എത്തിച്ചു കൊടുക്കുക. അതിൻ്റെ ധർമ്മം വേരിനാണല്ലോ. അപ്പം വേരിന് നന്നായിട്ട് ലൂസ് മണ്ണാവുമ്പോൾ അടിപൊളിയായിട്ട് ഉണ്ടാവും.
ഇനി ഞാൻ കൈകൊണ്ട് തന്നെ പണിയെടുക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ആയുധങ്ങളൊന്നും എടുക്കാത്തത് ഗ്ലൗസ് ഇട്ടത് കൊണ്ടാട്ടോ. ഞാൻ ഗ്ലൗസ് ഇട്ടില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരും ഗ്ലൗസ് ഇടാണ്ടായിപ്പോവും. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, ഞാൻ നടുപോലെ നടുന്ന കുറേ പേരുണ്ട്. കുറച്ച് ആൾക്കാരൊന്നുമല്ല, എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണുന്ന കുറേ പേരുണ്ട്. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എല്ലാ സുരക്ഷ ഒരുക്കലാണ്. മണ്ണിട്ട് ഇനി ഞാൻ കുറച്ച് കമ്പോസ്റ്റ് ഇടട്ടെ കേട്ടോ. ഇനി അടുത്തത് ഞാൻ എൻ്റെ കമ്പോസ്റ്റും ചാണകപ്പൊടിയും ഒക്കെ ഉണ്ട്. കാരണം ഇന്നലെ ഞാൻ കൊണ്ടുവന്ന് നിങ്ങൾ കണ്ടില്ലേ, എൻ്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും ഇതിലെന്തൊക്കെ ഉണ്ട് എന്നുള്ളത്. ഇനി ഞാൻ നടാൻ പോവാം കേട്ടോ. ഉഷാറായി, നല്ല വളക്കൂറുള്ളതായി. ഞാൻ കുറച്ച് ഓൾസ് ഉണ്ടാക്കട്ടെ. ഇതാണ് എൻ്റെ തൈയില്ലേ, ഞാൻ ഏതിലാണ് ഇത് വെച്ചതെന്നറിയോ? ഇത് മണ്ണല്ല, ഇത് വെറും മണലാണ്. അതുകൊണ്ട് വേഗം അങ്ങോട്ട് പൊട്ടി പോവും. ഓ, എത്രയാ മക്കളെ വേരുണ്ടായത്. കാണിച്ചു തരാം. വേരുണ്ടായത് കണ്ടോ? ഒന്ന് പലതരം കളറ് വെച്ചതാ ഞാൻ. അതൊക്കെ വേര് പിടിച്ചതാ. മണലിട്ട് ഇറക്കി വെച്ചാതിട്ടോ എന്നോട് അങ്ങ് നനച്ച് കൊടുത്താൽ 100% വിജയം ഞാൻ ഇപ്പം ഇതിലാണ് കണ്ടത്. വെള്ളത്തിൽ കുത്തി വെക്കുന്നേക്കാളും വിജയം എനിക്ക് ഇതിലാണ്. ഞാൻ ഇനി വീണ്ടും കട്ട് ചെയ്ത് വെക്കുന്നത് കാണിച്ചു തരാം. എല്ലാം വേര് വന്നു. പല കളറിലുള്ള ചെടികളാണ്. അങ്ങനെ അങ്ങ് നട്ടു കൊടുത്താൽ നടാൻ തുടങ്ങട്ടെ. ഇതിനി വാടിയൊന്നുമില്ല, കാരണം നിറയെ വേര് വന്നതാണ്. ബിസ്മില്ലാഹി ഉഷാറായി നടണം. എനിക്ക് മാത്രമല്ല, എൻ്റെത് കണ്ടിട്ട് അതുപോലെ ഉണ്ടാക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുണ്ട്. അവർക്ക് ഉഷാറായിട്ട് ഉണ്ടാവണം. ഇങ്ങനെ ഇത് 3-4 സൈസ് കളറാണ്. അങ്ങനെ ഞാൻ മണലിൽ കുത്തി വെക്കല്ല കുറേ കളറുകൾ. എന്നാൽ അതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ എന്നോട് മാറിപ്പോകൂല. കുത്തി വെക്കുമ്പോൾ തന്നെ ഞാൻ അങ്ങനെ ചെയ്യും. ഇനി ഇതിലേക്ക് പൊതടുക. ഞങ്ങളിവിടെ പൊതടുക എന്നാണ് പറയുക കേട്ടോ. നിങ്ങളൊക്കെ എന്താ പറയൽ? എന്നാലും നമ്മൾ നനച്ചില്ലെങ്കിലും പ്രശ്നമില്ല. മണ്ണ് ഉണങ്ങിപ്പോരാ, മേൽഭാഗത്തെ മണ്ണ് ഉണങ്ങിപ്പോരാ. ചെടികൾ നല്ല കരുത്തിൽ വളർന്നോളും. ഈ ബാൾസത്തിന് തീരെ വെയിൽ പറ്റൂല കേട്ടോ. അതിൻ്റെ സ്വഭാവം ഞാൻ പറഞ്ഞുതരാം. ഇതിന് ഉച്ചക്ക് നല്ല സമയമല്ലേ, നട്ടുച്ച ആ വെയിൽ ഇതിന് നേരിട്ടങ്ങ് തട്ടിക്കഴിഞ്ഞാൽ ഇത് വാടി നമ്മൾ വിചാരിച്ച് ചെടി പോയിന്ന് വിചാരിക്കും. കരിഞ്ഞ പോലെ ഉണ്ടാവും. വൈകുന്നേരം മെല്ലെ തട്ടിപ്പടിച്ച് എണീറ്റ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ സൈഡൊക്കെ, പൂവിൻ്റെ സൈഡൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് വെയിലുള്ളടത്ത് വെക്കരുത്. അപ്പോൾ സരോജിനി കണ്ടിട്ടുണ്ടെങ്കിൽ സരോജിനി ഫസ്റ്റാട്ടോ, വെയിലില്ലാന്നല്ലേ പറഞ്ഞ്, ഫസ്റ്റാ. പിന്നെന്തേ സരോജിനി എന്നോട് സംശയം ചോദിച്ചത്, എൻ്റെ ഉരുളക്കിഴങ്ങ് വെയിലത്ത് വെക്കണമെന്നില്ലേ? സരോജിനി ഉരുളക്കിഴങ്ങിന് നല്ല വെയിൽ കിട്ടണോ? ഇനി അടുത്ത് ഒന്ന് കഴിഞ്ഞു, അത് ഞാൻ മാറ്റി നട്ട് ഞാൻ പറഞ്ഞില്ല. ഇതിലൊക്കെ പൂവുണ്ടായി. ഇങ്ങനെ കൈ ഇങ്ങനെ വെക്കണം. ഇതൊക്കെ ഇങ്ങനെ ഇട്ട് ഇതിൽ ഞാൻ ചകിരിയൊക്കെ ഇട്ടു. ഇതിങ്ങനെ തന്നെ എനിക്ക് നട്ടാൽ എൻ്റെ അമ്മോ എന്നോട് തന്നെ പൊട്ടിപ്പോൾ ഇത് അങ്ങനെയാണ് കുഴപ്പം. അതിന് വേഗം പൊട്ടു. ഇതിങ്ങനെ തന്നെ നട്ടാൽ മതി എനിക്ക്. അതിന് വേറെ പ്രശ്നം എന്താണെന്നറിയോ? ഇതിന് മണല, അതിൽ വളമില്ല. ഇതാ നോക്ക്, നല്ല നോക്ക് വേര് പിടിച്ചത്. വേര അതൊക്കെ ഫുൾ വേര. നടട്ടെ. ഇത് ഒന്നിനോട് പൊട്ടിപ്പോയി, സാരല്ല, വേര് ഉഷാറിൽ വന്നിട്ടുണ്ട്. അതൊരു പ്രൂണിങ് ആണെന്ന് വിചാരിച്ചോട്ടെ. ഇതാ നിറയെ വേര, അത് ശാഖ വന്നോളൂ.
എന്നാലും പൊട്ടിയൽ കേതുണ്ട്, നടുമ്പോൾ തന്നെ പൊട്ടിയൽ. അതങ്ങനെ നടുക. ഞാൻ സമയം കുറച്ച് എടുത്താലും നിങ്ങളെ ക്ലിയറായിട്ട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു പൂച്ചട്ടി തന്നെ നിറച്ച് പൂക്കൾ കാണാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വ്യക്തമായിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിച്ചു തരുന്നത്. ഞാൻ ഇതും ഇവിടെ നട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നടണ്ട, ഇത് ഞാൻ വേര് കുത്തിയിരുന്നു. ഇതിലേക്ക് ഞാൻ നടന്ന് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞാൻ 2 പോട്ടിൽ നട്ടു. ഇത് വേഗം പൂക്കൾ ഉണ്ടാവും കേട്ടോ. ഇതിൽ പൂക്കൾ വേഗം ഉണ്ടാവും. എൻ്റെ പൂന്തോട്ടം ഫുള്ള് പോക്കിയിരുന്നല്ല ഞാൻ പാമ്പിനെ പേടിച്ചിട്ട്. 2ാമത് സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഇനി പൊത എല്ലാത്തിനും നിർബന്ധം. കമ്പ് വേണ്ട പൊതക്ക്. കമ്പ് ഉണ്ടെങ്കിൽ തട്ടിയിട്ട് ഈ വാൾസ ഉണ്ടല്ലോ പൊട്ടിപ്പോവുക. വെള്ളത്തണ്ട് ചെടിയില്ലേ, ആ കുടുംബത്തിൽ പെട്ടാൻ തോന്നുന്നുണ്ട്. അതേ ഇതാ വേഗം പൊട്ടും. ഹൈബ്രിഡും ഉണ്ട് എൻ്റെ അടുത്ത്. ഹൈബ്രിഡിനേക്കാൾ എനിക്കിപ്പോൾ ഇഷ്ടം എന്താ അറിയോ, ഈ പലതരം കളർ നടുന്നതാണ്. അത് ഹൈബ്രിഡും അങ്ങനെ നടാം. ഇതിൽ വെള്ളമുണ്ട്, ഓറഞ്ച് ഉണ്ട്, ചുവപ്പുണ്ട്, റോസ് ഉണ്ട്. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇത് അപ്ഡേറ്റൊക്കെ ഞങ്ങളെ കാണിക്കൂട്ടോ. ഇനി ഓണല്ലേ വരാൻ പോണത്, പൂക്കള സമയമാണല്ലോ. എന്താ പൊതയിട്ട് മണ്ണിട്ട് അങ്ങനെ വിജയകരമായിട്ട് 2 ഇതൊക്കെ എൻ്റെ വെർട്ടിക്കലാട്ടോ. ഞാൻ വെർട്ടിക്കൽ ഇങ്ങനെ കൊളുത്താൻ വേണ്ടിയിട്ടതാ വെർട്ടിക്കൽ പൂവുണ്ടായത്. ഇനി ഞാൻ എങ്ങനെയാണ് ഞാൻ ഈ വേര് പിടിപ്പിച്ചതെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ആദ്യം ചെടി പൊട്ടിച്ച് കൊണ്ടുവരട്ടെ. നടുമ്പോൾ ഓരോ പൂക്കൾ ഉള്ള ചെടി ഇങ്ങോട്ട് എടുക്കലാ. ഒന്ന് ഈ കളർ റോസ്, ഇനി അടുത്തത് ഓറഞ്ചാ ഏറ്റവും സൂപ്പർ. ഇങ്ങോട്ട് ദൂരത്തുനിന്ന് കാണാനുണ്ട്. എന്താ ഓറഞ്ച് മെന്ന് എന്താ ഓറഞ്ച് കണ്ട അതിമെന്നൊന്ന് പൊട്ടിച്ചെടുത്തുക ഓറഞ്ച് പൂവ്. ഇനി ഈ റോസ് കണ്ടോ, ഈ റോസുമെന്നൊന്ന്. അപ്പോൾ ഓറഞ്ചായി, റോസായി. ഇനി വെള്ളമെന്ന് വെള്ള കുറേ പൊട്ടിച്ച് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വെള്ളിയായി. ഇനി അങ്ങ് നട്ടു കൊടുക്കാം. ഞാൻ ഇതിലെടുത്തത് വെറും മണൽ എനിക്ക് എവിടെ നിന്നാണ് കിട്ടിയെന്നറിയോ. ഇതിപ്പോൾ റോഡ് സൈഡല്ലേ, മഴവെള്ളം വന്ന് കുത്തി ഒലിച്ച് പോകുമ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ മണൽ ഊറിക്കെടുക്കും. ആ മണൽ ഇങ്ങോട്ട് എടുത്തതാണ് ഞാൻ. ഇത് ഭയങ്കര വെയിറ്റാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് കുത്തി വെച്ചാൽ മാത്രം മതി. എന്നാൽ വേര് എന്തൊരു പെട്ടെന്നാണ് വേര് പിടിക്കുന്നതെന്നറിയോ. കുത്തി വെക്കട്ടെ. മണലായതുകൊണ്ട് ആദ്യം കുഴിച്ച് വെക്കൊന്നും മട, കാരണം വേഗം അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ തണലത്തെ വെക്കും കേട്ടോ, പോവാത്തതുണ്ട്. ഞാനിത് തണലത്തേ വെക്കുള്ളൂ. ഇത് ഇനി ഒരാഴ്ച കഴിഞ്ഞാൽ 10 ദിവസം ആകുമ്പോഴത്തേക്ക് ഇതുപോലെ അങ്ങോട്ട് വരും. അപ്പം ഞാൻ വേറൊരു പോട്ട് എടുത്തിട്ട് പോട്ടി മിക്സൊക്കെ നിറച്ചിട്ട് ഇങ്ങനെ നടും. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ പൂച്ചെടികൾ ഫുള്ള് പിടിപ്പിച്ചത്. ഇനി ബാൾസ ഡെയ്സി ഉണ്ട്, ജെറേനിയ ഉണ്ട്, ഒക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് എനിക്കത് നടണം. അത് ഞാൻ പിന്നെ കാണിക്കും നിങ്ങളെ കേട്ടോ. അപ്പോൾ എൻ്റെ ബാൾസ നടിയിൽ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആ ഒരു സംശയം പറയട്ടെ, ഞാൻ മാങ്ങ പറിച്ചിരുന്നല്ലോ, മാങ്ങേൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൽ സംശയം ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത് ലെയറിങ് ചെയ്തൂടെ? അതെനിക്ക് ചെയ്യണമെന്നുണ്ട് കേട്ടോ, അതെനിക്ക് ചെയ്യണമെന്നുണ്ട്, ഞാനത് ചെയ്യും. സംശയം അതിൽ എഴുതിയിട്ട് ഇപ്പം നേരിട്ടങ്ങ് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.